ഗായ്സ് അപ്പം എന്താ കുരങ്ങ് ചാടി കേറി ഓടിച്ചു ഞാൻ. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രിയോടെ കൊച്ചിയിലെത്തി. എന്നിട്ട് ഇന്നലെ ഞങ്ങൾ ഇവിടെ ഉള്ള റൂമിലെത്തി കിടന്നുറങ്ങി. ഇന്ന് രാവിലെ എണീറ്റു. അപ്പൊ ഇന്ന് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാണ്, നേരെ വയനാട്ടിലേക്ക് പോവാണ്. അപ്പം അതിനു മുമ്പ് എൻ്റെ ഇവിടെയുള്ള കുറച്ച് കൂട്ടുകാരെ കണ്ട് ഒന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകണം. ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പൊ ഇതാണ് അസ്മിൻ. കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് അവൻ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താൻ വ്യാജേന ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതെ, തായ്ലൻഡിൽ നിന്ന് തിരിച്ചു വന്നത് ഷോർട്ടാണ് കണ്ടന്റ് ഒക്കെ. അതെ, ഒന്നുമില്ല. ഇനിയിപ്പോ പുതിയ യാത്രകളൊക്കെ തുടങ്ങണം. നോക്കും, ഞങ്ങളിതാ പയ്യെ ഹനു എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ അവന്റെ ഫ്ലാറ്റിലേക്ക് എത്തും. പക്ഷെ അവനെ രാവിലെ വിളിച്ചായിരുന്നു, അവനെ കിട്ടിയില്ല. അവനൊരു സർപ്രൈസ് കൊടുക്കുന്ന രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഇത് ഹസ്ബൻഡ് അതവിടെ ഇരിപ്പുണ്ട്. ഗൈസ്, ഇതാണ് അവന്റെ ഫ്ലാറ്റ്. ഗൈസ്, ഇതാണ് അവന്റെ ഫ്ലാറ്റ്. ദേ അവന്റെ വണ്ടി കിടക്കുന്നു. അയ്യോ, ഇതിവൻ പുതിയതായി മേടിച്ച വണ്ടിയാണ് ഗൈസ്. നോക്കൂ, ഇതാണ് ഇവന്റെ പുതിയ വണ്ടി, പുതുപുത്തൻ വണ്ടി. ഇവൻ കഴിഞ്ഞ ദിവസം ഡെലിവറി ചെയ്തേ ഉള്ളൂ. അപ്പം എന്താ BMW X5. നമുക്കിനി അവന്റെ ഫ്ലാറ്റിലേക്ക് നോക്കാം. ഓ ഗൈസ്, നോക്കൂ, ഞങ്ങളിതാ പയ്യെ അവന്റെ ഫ്ലാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അസ്മിരതേ പുറകിലിതാ നടന്നു വരുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അവനൊരു തായ്ലൻഡിൽ പോയതിന് സ്പെഷ്യൽ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവനെ വിളിച്ചിട്ട് എടുത്തിട്ടില്ല, അവനെ എണീറ്റിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് പോയിട്ട് അവനൊരു സർപ്രൈസ് എടുക്കാം. പ്രത്യേകത എണീറ്റ് വന്നിരിക്കുന്ന ഹനുന ഫ്രം തായ്ലൻഡ് ഫോർ യു. അതെ, യൂട്യൂബിൽ പഠിക്കണ്ട. എന്തി അമ്മ എന്തി? നിങ്ങൾ പോട്ടെ. ഞങ്ങളത് അവനെ ജസ്റ്റ് ഡെലിവറി ചെയ്ത ഞങ്ങളത് രാവിലെ ഒരു റൈഡ് പോയിട്ട് ഓ ഗൈസ്, നോക്കൂ, ഞങ്ങളത് BMW റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് തിരിച്ചത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ റസ്മിനെ പറയാൻ? നല്ല വണ്ടി. അതെ, നല്ലോണം എന്നെ ഇഷ്ടപ്പെട്ടു. ഓ ഗൈസ്, നോക്കൂ, ഞങ്ങളത് വയനാട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. ഇതേ അമ്മയിരിക്കുന്നു. ഞങ്ങളത് വീണ്ടും ഉള്ള യാത്ര. ഇന്നും ഫുൾ കാറ് ഡ്രൈവ് ചെയ്ത് വയനാട് വരെ എത്തുന്ന വരെയുള്ള ഫുൾ ദൃശ്യങ്ങളാണ്. അപ്പൊ ഗൈസ്, വെയിറ്റ് ആൻഡ് സീ. നോക്കൂ, നമ്മളിന്ന് തൃശ്ശൂർ വഴി, കുന്നംകുളം വഴി, പിന്നെ ഇത് വഴിയാ കോട്ടയ്ക്കൽ, വളാഞ്ചേരി, കുറ്റിപ്പുറം വഴി ഞങ്ങളിന്ന് കോഴിക്കോട് വഴി വയനാട്ടിലേക്ക് കയറാൻ പോവാണ് ഗായ്സ്. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ ഗായ്സ്. അങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ അങ്കമാലി അത്താണീൻ്റെ അടുത്തൊരു ശരവണ ഭവനുണ്ട്. ഞങ്ങളവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് കയറി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ളത് ഗായ്സ്. ഇത് ഞങ്ങളെ എല്ലാം കഴിച്ച് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വെച്ച് പൂക്കാരെന്ന് പറയുന്നത്
ഞങ്ങളത് ചാലക്കുടി എത്തി. ചാലക്കുടി നമ്മുടെ മണിച്ചേട്ടൻ്റെ നാട്ടിൽ ഇപ്പോഴും മണീൻ്റെ സ്റ്റാച്യുവും ഫ്ലെക്സൊക്കെ ഇപ്പോഴും ഇരിക്കുന്ന നാട്ടിലത് ഞങ്ങളത് എത്തി. ഇനിയിപ്പോൾ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്ലോക്കാണ്. ഇന്നിപ്പോൾ സൺഡേ ആണെങ്കിലും നല്ല ബ്ലോക്കാണ്. കാരണം വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോയി തിരിച്ച് വരുന്നതും ഒക്കെ ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള ബ്ലോക്കുണ്ട് ഇവിടെ. ഗൈസ് നോക്കൂ, ഈ KSRTC എന്തൊരു പുകയെ തള്ളുന്നതെന്ന് നോക്കി. എന്തോക്ക് ഇത്രയും പുക തള്ളുന്ന വണ്ടി അവരിപ്പോഴും ഫിറ്റ്നസ് കൊടുത്ത് നിർത്തിയത്. എന്ത് പറയാൻ, ആരോട് പറയാൻ. ഞങ്ങൾ അങ്ങനെ പാലിയേക്കര ടോൾ പ്ലാസയിലെത്തി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നല്ല ബ്ലോക്കാണ് ഇവിടെ. ഭയങ്കര ടൈം എടുക്കും ഇവിടുത്തെ ഫാസ്ടാഗ് റീഡ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങളിതാ പാലിയേക്കര ടോൾ പ്ലാസയിലെത്തി. ഇന്നിവിടെ നല്ല തിരക്ക് കുറവുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ 1 കിലോമീറ്റർ ദൂരെയോളം വണ്ടി ബ്ലോക്കാവും. ഇന്നെന്തോ ഭാഗ്യത്തിന് തിരക്ക് കുറഞ്ഞ് കിട്ടി. നമുക്കിവിടെ ഇതുണ്ടോ ഓരോ വണ്ടികൾക്ക് ഫാസ്ടാഗ് ഇല്ലാത്തതിൻ്റെ പ്രശ്നവും ഫാസ്ടാഗ് ഉള്ളതിൻ്റെ പ്രശ്നവും. ഞങ്ങളത് പാലിയേക്കര ടോൾ പ്ലാസയിലെത്തി. ഇത് ഓരോ വണ്ടികൾക്ക് ഫാസ്ടാഗ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം. ഫാസ്ടാഗ് ഇല്ലാത്തതുകൊണ്ട് എന്തൊരു സമയം എടുക്കുന്നതെന്ന് നോക്കി. ഇരട്ടി പൈസയും കൊടുക്കണം. എന്നിട്ട് ഇവരാണെങ്കിൽ ആരും ഒട്ടും ഫാസ്ടാഗ് എടുക്കുകയില്ല. ഞങ്ങളങ്ങനെ ഇതാ കുന്നംകുളം എത്തി. കുന്നംകുളത്ത് അമ്മയ്ക്ക് ഫ്രൂട്ട് ബേ കയറിയിട്ട് അവിടുത്തെ എന്തോ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ കുന്നംകുളത്ത് ഒരു ഫ്രൂട്ട് ബേ ഉണ്ട്. അപ്പം അവിടെ കയറിയിട്ട് ഒരു ബെറിയപ്പ് കഴിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പോൾ സമയം 12:40 കുന്നംകുളം എത്തിയതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് ബേ കണ്ടിരിക്കുന്നു. അപ്പം പിന്നെ നമുക്ക് ഫ്രൂട്ട് ബേൻ്റെ ഉള്ളിൽ കയറി നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഓ ഗൈസ്, ഫ്രൂട്ട് ബേ തുറന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുഴപ്പമില്ല. ഇല്ലേ? ഉണ്ട് തുറന്നിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട് ബേയിലെത്തി. ഇവിടെ ഫലൂദ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോംബോ ഓഫർ ഉണ്ട്. അപ്പം 3 മേടിച്ചാൽ ഒറിജിനൽ പ്രൈസ് വരുന്നത് ഇപ്പം 290 ആണെങ്കിൽ 260 ആണ്. ₹30 ഓഫ്. അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ട്. അപ്പം ഫ്രൂട്ട് ബേയിൽ വരാൻ നോക്കുന്നവർ ഫലൂദ മാക്സിമം കഴിക്കണം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ മെനു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യട്ടെ. അമ്മയ്ക്കിത് ഈ ബെറിയപ്പ് എന്ന് പറഞ്ഞ സാധനമാണ് അമ്മയ്ക്ക് വേണ്ടത്. അമ്മ ഓർഡർ ചെയ്യട്ടെ. ഞാൻ ഒരു ഫലൂദയോ എന്തെങ്കിലും ഒരു മിക്സ്ഡ് ഫ്രൂട്ട് ഫലൂദ എന്തെങ്കിലും ഓർഡർ ചെയ്യും. ഇതായത് അപ്പം അമ്മേൻ്റെ ബെറിയപ്പ് വന്നിട്ടുണ്ട്. കഴിക്കാം. ഇത് ബ്ലൂബെറി ഫ്ലേവർ കേട്ടോ. ബ്ലൂബെറി ഫ്ലേവറിൻ്റെ ബെറിയപ്പാണ്. എൻ്റെ മിക്സഡ് ഫ്രൂട്ട് ഫലൂദ ഇത് എത്തി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇനി കഴിച്ചിട്ട് വേഗം വീട് പിടിക്കാൻ നോക്കട്ടെ. ഗായ്സ് അങ്ങനെ നമ്മളിതാ ഭാരതപ്പുഴേൻ്റെ സൈഡിൽ കൂടെ പോവാണ്. ഈ കാണുന്നതാണ് ഗൈസ് നമ്മുടെ ഭാരതപ്പുഴ. അതെ, കുറച്ച് വെള്ളമുണ്ട്. പിന്നെ കുറച്ച് ഉണങ്ങി വരണ്ടൊക്കെ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. അതാണ് ഇങ്ങോട്ടൊന്നും വെള്ളമില്ല. ഇങ്ങോട്ടൊക്കെ നല്ല വെള്ളമുണ്ട്. പക്ഷെ നല്ല അടിയൊഴുക്കുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇപ്പം കുറ്റിപ്പുറം എത്തി. ഇപ്പം 1:30 1:33 ഇപ്പോൾ കുറ്റിപ്പുറം എത്തി. ഇനി ഇവിടുന്ന് നേരെ കോട്ടയ്ക്കൽ. ഗൈസ് അങ്ങനെ നമ്മളിതാ കോട്ടയ്ക്കൽ എത്താനായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ NHൻ്റെ പണി നടക്കുന്നുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെ വകയുള്ള പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വരി കൂടെ മാത്രമാണ് വണ്ടികൾ ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വണ്ടികൾ ഇങ്ങനെ പയ്യെ മന്ദമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓവർടേക്കിംഗ് ഒന്നും പറ്റത്തില്ല. ഇതിവിടെ താഴെ കുറേ പണികളൊക്കെ ചെയ്തിട്ടുണ്ട് അവർ. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കോട്ടയ്ക്കൽ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തി. മടുത്ത് കാലൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു. രാവിലെ 10 മണി തൊട്ട് ഓടിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളിവിടെ വരുന്ന വഴിക്ക് ഒരു ഹോട്ടൽ കണ്ടു, മലബാർ ഹട്ട്. അപ്പോൾ ഞങ്ങളിപ്പം ചെറിയൊരു ഹോട്ടലിൽ കയറി ഒരു ചോറും എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നോക്കട്ടെ. ഞങ്ങളിതാ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഞങ്ങളത് ഇറങ്ങി. ഇനിയിപ്പം നേരെ അഗെയിൻ ബാക്ക് ടു യാത്ര ടു വയനാട്. ഇനിയിപ്പം നമുക്ക് വയനാട്ടിലേക്ക് പോകുന്ന ചുരത്തിൻ്റെ അവിടെ വെച്ചുള്ള ദൃശ്യം കാണാം. നമ്മളങ്ങനെ രാമനാട്ടുകര എത്തി. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 110 കിലോമീറ്ററും കൂടി ട്രാവൽ ചെയ്താൽ നമ്മുടെ വീടെത്തും. അപ്പോൾ ഈ ഒരു 110 കിലോമീറ്ററും കൂടി ഇങ്ങനെ പോകണം. നോക്കൂ ഗായ്സ്, ഞങ്ങളതാ പയ്യെ താമരശ്ശേരി എത്താനായി. ഗായ്സ് ഇപ്പോൾ സമയത്ത് 4:30 ഇനി ഞങ്ങളിപ്പോൾ ഏകദേശം താമരശ്ശേരി എത്തി. താമരശ്ശേരി ടൗൺ എത്തി. ഇനി ഏകദേശം ഒരു 80 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. അപ്പം ഗൈസ് നോക്കൂ, ആകാശം നോക്കൂ, ഫുൾ കാർമേഘം. അപ്പം വയനാട് ഭാഗമാണത്. വയനാട്ടിലേക്ക് മഴയാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പം ബാക്കി നമുക്ക് നോക്കാം. നോക്കൂ, ഇതേ മഴത്തുള്ളികൾ വീണ് തുടങ്ങി. ഏകദേശം വയനാടിൻ്റെ ചുരം കയറാനായപ്പോഴത്തേക്കും മഴത്തുള്ളികൾ നല്ലോണം വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് ചുരം കയറാതെ ഇതിൻ്റെ ഏകദേശം ചുരത്തിൻ്റെ ഒരു 7 വളമോ
ചുരത്തിന്റെ ഏകദേശം ഒരു കാൽഭാഗത്ത് എത്തിച്ചേരുന്ന ഒരു റോഡാണിത്. ആ റോഡ് നമുക്ക് നേരത്തെ ഈങ്ങാപ്പുഴ കഴിഞ്ഞിട്ടൊരു ജംഗ്ഷനുണ്ട്, അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് കയറി വരേണ്ട ഒരു വഴിയാണിത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ മാപ്പിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം, ലൊക്കേഷന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ഗൈസ്, നമ്മളിത് ചുരത്തിന്റെ ഏകദേശം ഒരു ഭാഗത്തെത്തി. ഇതൊരു ഷോർട്ട് കട്ടാണ്. നമുക്ക് ചുരത്തിന്റെ ഏകദേശം കാൽഭാഗത്ത് നമുക്ക് ചുരം കയറാതെ എത്താൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ടാണ്. കുറേ പേർക്ക് അറിയാവുന്ന ഒരു ഷോർട്ട് കട്ടാണ്. താമരശ്ശേരി ചുരത്തിന്റെ ഒരു കാൽഭാഗത്ത് എത്താൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ടാണ്. അപ്പം നമ്മൾ അതിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പം ഇതാ നല്ല ഉഗ്രം മഴ, ഉഗ്രം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ചുരത്തിലത് അടിപൊളിയായിട്ട് മഴ പെയ്ത് കഴിഞ്ഞു. ഇപ്പം നല്ല രീതിയിൽ ബ്ലോക്ക് വരുന്നുണ്ട്, നല്ല ട്രാഫിക് ഉണ്ട്. ഇനിയിപ്പോൾ മേലെ എത്തണമെങ്കിൽ സാധാരണ 15 മിനിറ്റ് മതി ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ മേലെ എത്താൻ. ഇതിപ്പം ഏകദേശം 1 അരമണിക്കൂർ എടുക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. നമുക്ക് നേരം നോക്കാം. എന്താ താഴേക്ക് ഇഷ്ടം പോലെ വണ്ടികൾ ഇറങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ നമ്മളിതാ ഈ സ്ഥലത്തെത്തി. ചുരത്തിൻ്റെ ഇത് ഏകദേശം കാൽഭാഗത്ത് നമ്മളെത്തി. ഇനി ഇങ്ങനെ നമ്മൾ ചുരം മേലെ വരെ നമ്മൾ കയറുന്നു. ഇപ്പം ഏകദേശം 4:58 5 മണിയായി. 5 മണിക്ക് നമ്മൾ കയറാൻ തുടങ്ങുകയാണ്. ആയിസ് നോക്കൂ, ഇതാ ഏകദേശം 5 മണിയായി. നമ്മളിത് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചുരത്തിൻ്റെ ഒരു പകുതി ഭാഗത്ത് വന്ന് കയറി. 6ാമത്തെ വളവിലാണ് നമ്മൾ ആ ഷോർട്ട് കട്ട് എടുത്ത വഴി വന്ന് കയറുന്നത്. അപ്പം അത് നല്ലൊരു ലാഭമാണ്. താഴേക്ക് ഇഷ്ടം പോലെ വണ്ടികൾ ഇറങ്ങി വരുന്നുണ്ട്. മുകളിലേക്ക് ഇപ്പം വണ്ടികൾ പോകുന്നതായിട്ട് കുറച്ചേ ഉള്ളൂ, പുറകിലൊന്നും അധികം വണ്ടികളില്ല. ഓക്കെ, അപ്പം താഴേക്ക് നല്ല രീതിയിൽ ഇപ്പം ബ്ലോക്ക് കഴിഞ്ഞതിൻ്റെ ആണോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് നോക്കാം. മൊത്തം 9 വളവുണ്ട് നമ്മുടെ വയനാട് താമരശ്ശേരി ചുരത്തിന്. ഈ 9 വളവിൽ 4ാം വളവിലാണ് നമ്മൾ വന്ന് കയറിയേക്കുന്നത്. താഴേക്ക് നല്ല രീതിയിൽ വണ്ടികൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്, മേലിലേക്ക് വണ്ടി പോകുന്നതായിട്ട് കാണുന്നില്ല, കുറച്ചേ ഉള്ളൂ. നമ്മുടെ പുറകെ അധികം വണ്ടികളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ വലിയൊരു മഴ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പം നോക്കുക, ഇങ്ങനത്തെ ലോറികളാണ് നമ്മുടെ ചുരത്തിന് ശാപം. ഇങ്ങനത്തെ ലോറികൾ വന്ന് പെട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ചുരത്തിൽ ബ്ലോക്ക് വരുന്നത്. ഓക്കെ, നമുക്കിതാ സൈഡിൽ ഇഷ്ടം പോലെ കുരങ്ങന്മാരെയും ഒക്കെ കാണാം. ഇതേ കുരങ്ങനിരിക്കുന്നു. പിന്നെ അതേപോലെ ഇതിപ്പം നമ്മളിതാ 7ാം വളവ് എത്തി. ഇനി നമുക്ക് 2 വളവും കൂടി ബാക്കി. 2 വളവും കൂടി തിരിഞ്ഞാൽ നമ്മൾ ഏകദേശം മുകളിലെത്തി. 2 വളവല്ലല്ലോ, അതെ, ഇഷ്ടം പോലെ താഴേക്ക് ഇഷ്ടം പോലെ വണ്ടികളാണ് താഴേക്ക് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ബ്ലോക്കായി തുടങ്ങി. ഇനിയിപ്പം ഇന്ന് അത്യാവശ്യം താമസിക്കും നമ്മളങ്ങ് വീട്ടിലെത്താൻ വേണ്ടി. ഏകദേശം 15-16 മിനിറ്റായി നമ്മളിതാ കയറാൻ തുടങ്ങിയിട്ട്. ഇതേവരെ എവിടെ എത്തിയിട്ടില്ല. നമുക്കിനി 9 വളവ് കയറി തീർക്കണം. അതിനകത്ത് എവിടെയും നമുക്ക് എത്തിത്തീർന്നിട്ടില്ല. മൊത്തം 9 വളവാണ് നമുക്ക്. മൊത്തം 9 വളവാണ് നമുക്ക് കയറി തീർക്കേണ്ടത്. ഇപ്പം ഏകദേശം 6 തീർന്നിട്ടുള്ളൂ. ഇനിയിപ്പം ഇതും കൂടി ഒന്ന് തീർത്ത് അങ്ങ് മുകളിലെത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സമാധാനമായി. ഗൈസ്, ഇത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് വയനാടിൻ്റെ ഒരു തണുത്ത കാറ്റ് വീശും. അല്ലേ അമ്മ? അതെ, ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ വയനാടിൻ്റെ ഒരു തണുത്ത കാറ്റ് വീശും. ആ കാറ്റും കൊണ്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. AC ഒക്കെ ഒഴിവാക്കി ചില്ലൊക്കെ താത്തിയിട്ടു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മേലേക്ക് അത് അധികം ബ്ലോക്കൊന്നുമില്ല. നമ്മളിപ്പം വയനാടിൻ്റെ പ്രകൃതി രമണീയമായ ആ ചുരത്തിൻ്റെ ഇടയ്ക്കൂടി നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മളിതാ മോൾ ഭാഗത്തെത്തും. മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ വണ്ടി നിർത്താൻ പറ്റില്ലോ എന്നുള്ളത് നോക്കാം. ചില സമയത്ത് പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർ സമ്മതിക്കത്തില്ല. ഇനിയിപ്പോൾ പറ്റുവാണെങ്കിൽ നമ്മൾ വണ്ടി നിർത്തി താഴേക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ പോകും. യെസ് ഗൈസ്, നമ്മളങ്ങനെ ഇതാ വയനാട് ചുരത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. യെസ് ഗൈസ്, ഇവിടെയൊക്കെ നമ്മൾ
ടൂറിസ്റ്റുകൾ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, നമ്മളിത് ഇപ്പട്ടെ ഇവിടെ നമ്മൾ എവിടെ പോലീസ് ഉണ്ടല്ലേ? യെസ്, അവിടെ പോലീസ് അവിടെ നിൽപ്പുണ്ട്. അപ്പം ചില സമയത്ത് ഇവിടെ പോലീസുകാർ വണ്ടി നിർത്താൻ സമ്മതിക്കില്ല, കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ അപ്പം നമ്മളോട് പോകാൻ പറഞ്ഞു. പോലീസ് അത് നമ്മുടെ അടുത്തേക്ക് വരുന്നു. അയാൾ ഇങ്ങോട്ട് നടന്നെത്തുന്നതിന്റെ മുമ്പേ നമുക്ക് പോകാം. നേരത്തെ സംഭവിച്ചത് വേറൊന്നല്ല, ഈ കുരങ്ങ് നമ്മുടെ ഡോറിലേക്ക് ചാടി പിടിച്ച് കയറാൻ നോക്കിയതാണ്. അപ്പോൾ ഗൈസ്, അപ്പം നമ്മളിത് ഇവിടുന്ന് വണ്ടി എടുക്കുന്നു. നമ്മളിപ്പം പയ്യെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. ഓക്കെ, പോലീസ് മാമൻ ഇവിടെ നിൽപ്പുണ്ട്. പോലീസ് മാമൻ. യെസ്, അപ്പം ഇനി നമ്മൾ പയ്യെ വീട്ടിലെത്തിയിട്ടുള്ള വിഷ്വല് കാണാം. ഗൈസ്, അങ്ങനെ വെൽക്കം ടു വയനാട്. അങ്ങനെ സ്ഥലത്തേക്ക് നമ്മൾ കയറി. വലതുവശത്ത് കാണുന്നത് മൊത്തം ഹോട്ടൽസും പിന്നെ അതേപോലെ തന്നെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ കടകൾ ഇവിടെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗാന്ധി ഗ്രാമം, പ്ലാൻ മാർക്കറ്റ്, അങ്ങനെ പല കടകളുണ്ട്. ഗൈസ്, ഇവിടെ കണ്ടോ കുറച്ച് കമ്പനി സാധനമൊക്കെ പൊന്തി വയ്ക്കുന്നത്. ഇത് പണ്ട് ഇവിടെ ഇത് വൈത്തിരി ബസ് സ്റ്റാൻഡാണ്. വൈത്തിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് സ്റ്റാൻഡാണ്. ഇത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ആണ്. 2018 പ്രളയത്തിൽ ഈ ബിൽഡിംഗ് നേരെ ഭൂമിയുടെ അടിയിലേക്ക് അങ്ങ് പോയി. പക്ഷേ ഇതുവരെ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചതെന്ന്. ഈ ബിൽഡിങ്ങിൻ്റെ ഫ്ലോറും സാധനങ്ങളെല്ലാം കട ഉൾപ്പെടെ അടിയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ഇവിടെ പക്ഷെ മോണിൽ നിന്ന് മണ്ണിടിഞ്ഞ് വരികയൊക്കെ ചെയ്തു. മുകളിൽ ഇപ്പോഴും ഒരു വീട് അവിടെ ഉണ്ട് കാണാം, പക്ഷെ അത് കാട് പിടിച്ച് കിടക്കുകയാണ്. അതോ അവിടെ ഒരു വീടുണ്ട്. നോക്കൂ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ദ വാൾനട്ട് കേക്ക്സ് എന്ന് പറഞ്ഞ കടേൻ്റെ ഫ്രണ്ടിലാണ്. നമുക്കിവിടെ വയനാട്ടിൽ മാത്രം ഉള്ള ഒരു ഷോപ്പാണിത്. നമുക്കിവിടെ കോഫി അതേപോലെ തന്നെ പലവിധ ഇവരുടെ സ്പെഷ്യൽ സാധനം മിൽക്ക് ബണ്ണാണ്. നമുക്കിപ്പോൾ ഒന്ന് മിൽക്ക് ബണ്ണ് പറഞ്ഞാൽ കഴിക്കാം. ഇതാണ് ഇവരുടെ ഷോപ്പ്. ഞായറാഴ്ചയായിട്ട് ഇവർക്ക് ബണ്ണിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ ഇഷ്ടംപോലെ കുക്കീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈസാണ്. അവിടെ വരുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഗായ്സ്, അങ്ങനെ 1.5 മാസത്തിന് ശേഷം ഞാൻ പയ്യെ എൻ്റെ വീട്ടിലേക്ക് കയറുകയാണ്. ഗേറ്റ് തുറന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഗായ്സ്, അങ്ങനെ 1.5 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. അപ്പൊ ഗായ്സ്, ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നാളെ പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.